ഹായ് ഹലോ, ഞാൻ നിംസ് 777 ടാറോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മോർണിംഗ് തോട്ട്സ് ആണ്. നിങ്ങളുടെ ചിന്തയാണ് കാണിക്കുന്നത്. നമുക്ക് യൂണിവേഴ്സിനോട് നിങ്ങളുടെ രണ്ട് കൈകളും ചേർത്ത് വെച്ചിട്ട് പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളിലേക്ക് അട്രാക്റ്റ് ആക്കുവാനും നെഗറ്റീവ് ചിന്തകളെ നിങ്ങളിൽ നിന്ന് റിമൂവ് ആവാനും പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് ഇന്ന് നിങ്ങളുടെ ലൈഫിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഫ്യൂച്ചറിൽ എന്തായിരിക്കും നിങ്ങളിലേക്ക് സംഭവിക്കാൻ പോകുന്നത്, എങ്ങനെയാണ് യൂണിവേഴ്സ് നിങ്ങളെ ബ്ലെസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് കാർഡ്സിലൂടെ നോക്കാം. അത്രമേൽ വിശ്വസിച്ചുകൊണ്ട് വേണം കേട്ടോ നിങ്ങൾ റീഡിങ് കാണാനായിട്ട്. ഈ റീഡിങ് കാണുന്ന എൻ്റെ വ്യൂവേഴ്സിന് ഇത് ടൈംലെസ് റീഡിംഗ് ആണ്, ജെൻഡർലെസ് റീഡിംഗ് ആണ്. നിങ്ങളെപ്പോൾ കാണുന്നുവോ അപ്പോൾ മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് ഇത് വാല്യൂഡ് ആയിട്ട് വരും. നല്ലപോലെ വിശ്വസിച്ചുകൊണ്ട് നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. ഇന്നത്തെ കാർഡ്സിൽ ഫസ്റ്റ് കാർഡ് കിട്ടിയിരിക്കുന്നത് 8 ഓഫ് കപ്സ് ആണ്. 8 ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പാസ്റ്റിലുണ്ടായ കാര്യങ്ങൾ, നിങ്ങളെ വിഷമിപ്പിക്കുന്നതായ കാര്യങ്ങൾ എല്ലാം മറന്നുകൊണ്ട് നിങ്ങൾ പുതിയൊരാളായി മാറുന്നു. പഴയ കാര്യങ്ങളെല്ലാം മറന്നിട്ട് നിങ്ങൾ യൂണിവേഴ്സൽ സറണ്ടറായിട്ട് ഹീലായിട്ട് നിങ്ങൾ പുതിയൊരാളായിട്ട് മാറുകയാണ്. വാക്കിംഗ് എവേ എന്ന് പറയില്ലേ, നമ്മൾ പതിയെ പതിയെ മാറിക്കൊണ്ട് നമ്മൾ പുതിയ കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുന്നു. ലെറ്റിങ് ഗോ എന്ന് പറയും. നിങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ക്യാരക്ടർ പാസ്റ്റിനേക്കാളും കുറച്ചുകൂടെ ബോൾഡായി നിങ്ങളുടെ ലൈഫിലെ തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫ്യൂച്ചർ എങ്ങനെ ബെറ്റർ ആക്കാം. ഇവിടെ സെക്കൻഡ് കാർഡ് കിട്ടിയിരിക്കുന്നത് 2 ഓഫ് പെൻഡക്കിൾ ആണ്. അത് റിവേഴ്സ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. നിങ്ങൾ വളരെയേറെ തിരക്കിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ പഴയ കാര്യങ്ങൾ മറക്കാനാകാം ഒരുപക്ഷെ. മനസ്സിലായോ? ഒരുപക്ഷെ നിങ്ങൾ അതൊക്കെ ഒന്ന് മറന്നിട്ട് പുതിയൊരു ലൈഫിലേക്ക് നിങ്ങൾ മാറുമ്പോൾ നിങ്ങൾ എൻഗേജ്ഡ് ആവാൻ ശ്രമിക്കുന്നു. ഒറ്റയ്ക്ക് ഇങ്ങനെ ഒരു കോണിലിരിക്കുമ്പോഴല്ലേ നമുക്ക് ഓർമ്മകളൊക്കെ വരിക. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ എൻഗേജ്ഡായി കുറച്ചും കൂടെ ആക്റ്റീവായിട്ട് നമ്മുടെ ഫ്യൂച്ചറിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ നമ്മൾ പഴയ കാര്യങ്ങളൊക്കെ മറക്കും. അത് എവിടെയെങ്കിലും ഒരു കോണിൽ നമ്മൾ വെച്ചിട്ടുണ്ടാവാം. എങ്കിൽ നമ്മൾ അവരുടെ അടുത്ത് നമ്മളെ ദ്രോഹിച്ച ആൾക്കാർ അല്ലെങ്കിൽ നമ്മളെ വിഷമിപ്പിച്ച ആൾക്കാർ ആരാണോ അവരുടെ മുന്നിൽ ഞാൻ ആരായി കാണിച്ചു കൊടുക്കണമെന്നൊരു ചിന്ത നിങ്ങൾക്ക് വരുന്നു. ഒന്നുമില്ലാത്ത എൻ്റെ അവസ്ഥയിൽ നിന്ന് എനിക്കൊരു മോചനം ആവശ്യമാണ്. ഞാൻ ബിസി ആവാൻ പോവുകയാണ്. ഞാൻ എൻഗേജ്ഡ് ആവുന്നു. ഞാൻ ഓരോ കാര്യങ്ങൾ ഇനി കൂടുതൽ കാര്യക്ഷമതയോടുകൂടി പ്രവർത്തിക്കാൻ പോകുന്നു എന്ന് നിങ്ങൾ ചിന്തിച്ച് ഒരു കാര്യങ്ങളിൽ നിങ്ങൾ പോവുകയാണ്. നിങ്ങളുടേതായ കാര്യങ്ങൾ ഫോക്കസ് ചെയ്യാൻ തന്നെയാണ് നിങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. എൻഗേജ്ഡ് ആവുക, ബിസി ആവുക. മനസ്സിലായോ? ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന പോലെ ഒരു എനർജിയാണ് സെക്കൻഡ് കാർഡ് 2 ഓഫ് പെൻഡക്കിൾ റിവേഴ്സ് വന്നിരിക്കുന്നത്. മൂന്നാമത്തെ കാർഡ് ദ വീൽ കാർഡാണ്. ദ വീൽ എന്ന് പറയുമ്പോൾ ഒരു വിധിയുടെ പരിവർത്തനം എന്നൊക്കെ പറയില്ലേ, അതാണ് നിങ്ങൾക്ക് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മാറ്റം സംഭവിക്കുന്നു. നിങ്ങളുടെ സ്വഭാവത്തിൽ തന്നെ മാറ്റം സംഭവിക്കുന്നു. പഴയ ആളല്ല, നിങ്ങൾ പുതിയൊരു വ്യക്തിയായിട്ട് മാറുകയാണ്. നിങ്ങൾ ഒത്തിരി ബോൾഡായിട്ടുള്ള ഒരു പേഴ്സണായിട്ട് മാറുകയാണ്. ഇനി വരും പോലെ വരട്ടെ. ഇപ്പോൾ ലവ് റിലേഷൻഷിപ്പാണ് നിങ്ങളിപ്പോൾ ബ്രേക്ക് ഡൗൺ ആയിട്ട് നിൽക്കണേ എങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളൊരു ഫാമിലി ലൈഫിൽ നിന്ന് നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഹസ്ബൻഡോ അല്ലെങ്കിൽ വൈഫോ നിങ്ങളിപ്പോൾ സെപ്പറേറ്റായി നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ സ്വയം തന്നെ തീരുമാനം എടുക്കുകയാണ്, ഇനി എന്നിൽ മാറ്റം വരണം, ഞാൻ പഴയതുപോലെ ആവാൻ പാടില്ല, ബോൾഡ് ആവണം, ഒത്തിരി കാര്യങ്ങൾ എന്നെ കൊണ്ട് ചെയ്യാനുണ്ട്, അതിന് വേണ്ടിയിട്ടാണ് എൻ്റെ ഈ ജന്മം തന്നെ എന്ന് നിങ്ങൾ തിരിച്ചറിയുന്ന ഒരു സിറ്റുവേഷനിലേക്ക് നിങ്ങൾ എത്തിയിരിക്കുന്നു. പിന്നെല്ലാം വരും പോലെ വരട്ടെ എന്ന് നിങ്ങൾ സ്വയം തീരുമാനമെടുത്തിട്ട് ഒരു പരിവർത്തന കാലഘട്ടമാണ് ഇപ്പോൾ നിങ്ങൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നെക്സ്റ്റ് കാർഡ് ദ ഫൂൾ കാർഡാണ്. പുതിയ തുടക്കമായിട്ടാണ് കാണിക്കുന്നത്. ഇന്നസെൻ്റ് ആയിട്ടുള്ളൊരു പേഴ്സണാണ് നിങ്ങൾ പുതിയൊരു തുടക്കത്തിലേക്ക് പോവുകയാണ്. ഈ ഒരു വ്യക്തിയായിട്ട് മാറുകയാണ്. നിങ്ങൾ അവേക്കനിങ് ആണ് കാണിക്കുന്നത്. ഒരു ഉയർത്തെഴുന്നേൽപ്പാണ് നിങ്ങൾക്ക് സംഭവിക്കുന്നത്. പഴയ കാലഘട്ടത്തിൽ നിങ്ങൾ എങ്ങനെയായിരുന്നു അതിൽ നിന്നൊക്കെ നല്ലൊരു മാറ്റം സംഭവിച്ചിട്ട് പുതിയൊരു തുടക്കം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു. പുതിയ തുടക്കം തന്നെയാണ് ഇവിടെ കാണിക്കുന്നത് ഫുൾ കാർഡിൽ കാണിക്കുന്നത്. മനസ്സിലായോ?
അടുത്തതാണ് മജീഷ്യൻ കാർഡ്. മജീഷ്യൻ കാർഡ് എന്ന് വെച്ചാൽ ഒത്തിരി കഴിവുള്ളൊരു പേഴ്സണാണ് നിങ്ങൾ. ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു പേഴ്സണാണ്. ഒത്തിരി കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾ. ഇങ്ങനെ ചെയ്യണം, അങ്ങനെ നടപ്പിലാക്കണം, അങ്ങനെ വന്നാൽ എൻ്റെ ലൈഫിലേക്ക് പ്രോഗ്രസ് ഉണ്ടാവുകയുള്ളൂ, ഒരു മാറ്റം യൂണിവേഴ്സ് തന്നെ എനിക്കൊരു മിറാക്കിൾ എൻ്റെ ലൈഫിൽ കൊണ്ടുതരണമെന്ന് ഒത്തിരി യൂണിവേഴ്സിനോട് പ്രാർത്ഥിച്ച് പുതിയ തുടക്കത്തിലേക്കും പുതിയ കാര്യങ്ങൾ ചെയ്യാനൊക്കെ പോകുന്നൊരു പേഴ്സൻ്റെ എനർജിയാണ് ഇവിടെ ദ മജീഷ്യൻ കാണിക്കുന്നത്. നിങ്ങൾ യൂണിവേഴ്സിനോട് പറയുന്നുണ്ട്, എനിക്ക് പുതിയൊരു മാറ്റം വേണം, ഒത്തിരി കഴിവെന്നിലുണ്ടായിരുന്നു, അതൊക്കെ ഉറങ്ങിക്കിടക്കായിരുന്നു, എന്നാൽ ഇപ്പോൾ എനിക്ക് ഇതിനൊക്കെ ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ദ വീൽ കാർഡ്, മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ഞാൻ പുതിയതായി ചിന്തിക്കാൻ തുടങ്ങി, എന്നിലൂടെ എന്തെങ്കിലുമൊക്കെ പ്രവർത്തിക്കണമെന്ന് എനിക്ക് തോന്നി. എൻ്റെ കഴിവുകളൊക്കെ ഉറങ്ങിക്കിടക്കായിരുന്നു, അതൊക്കെ എനിക്ക് എല്ലാവരുടെ മുന്നിലും ഞാൻ നല്ലൊരു വ്യക്തിയായിട്ട് ഞാൻ നല്ലൊരു കാര്യങ്ങളൊക്കെ ചെയ്തു പോകണമെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. അതൊക്കെ എന്നിൽ എല്ലാ കാര്യങ്ങളും ഹീലായി പോകുമ്പോൾ എനിക്ക് യൂണിവേഴ്സ് കാണിച്ചു തരാണ്, നീ ഇങ്ങനെ ഇരിക്കേണ്ട ഒരു വ്യക്തിയല്ല, നീ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ആയി കാണിച്ചു കൊടുക്കണം. നിന്നെ തള്ളിപ്പറഞ്ഞവർ, നിന്നെ വേദനിപ്പിച്ചവർ, അവരുടെ മുന്നിൽ ഒപ്പത്തിന് നിൽക്കാൻ പറ്റണം നിനക്ക്. മനസ്സിലായോ? അങ്ങനെ ഒരു തിരിച്ചറിവ് നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് ഇവിടെ മജീഷ്യൻ കാർഡ് കാണിക്കുന്നത്. അടുത്ത കാർഡ് എന്താ? നൈറ്റ് ഓഫ് വാൻസ് ആണ്. നൈറ്റ് ഓഫ് വാൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു ധൈര്യം കിട്ടി, ഉത്സാഹം കിട്ടി എന്ന് പറയില്ലേ, ധൈര്യം കിട്ടി, എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ള തിരിച്ചറിവ് വന്നു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്തുണ്ടാവുന്നു? കറേജ് ഉണ്ടാവുന്നു, ഉത്സാഹം ഉണ്ടാവുന്നു. നമ്മളുടെ ഉള്ളിലുള്ള എല്ലാ വിഷമങ്ങളും നമ്മൾ ഹീലായി കളഞ്ഞ് പോസിറ്റീവിനെ അട്രാക്റ്റ് ചെയ്ത് തുടങ്ങുമ്പോൾ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്ന യൂണിവേഴ്സ് തന്നെ നമുക്കൊരു കറേജ് തരും. നമ്മുടെ ലൈഫിലേക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ ഇനിയും ബാക്കിയുണ്ടെന്ന് തിരിച്ചറിവ് നമ്മളിലേക്ക് വരുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി എന്ത് വരും? കറേജ് വരും. ഇത് ചെയ്യാനുള്ളൊരു സാഹസം, ചെയ്യാനായിട്ടൊരു ധൈര്യം എന്ന് പറയില്ലേ, അങ്ങനത്തെ ഒരു കറേജിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തും വരട്ടെ, എല്ലാം നേരിടാൻ ഞാൻ തയ്യാറാണ്. അത് മനസ്സുകൊണ്ട് നിങ്ങൾ സന്തോഷിച്ചിട്ട് ചെയ്യാൻ പോകുന്ന പ്രവൃത്തിയായിട്ട് ഇവിടെ കാണിക്കുന്നത്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സ് ഇപ്പോൾ എഡ്യൂക്കേഷൻ പരമായിട്ട് നോക്കുകയാണെങ്കിൽ അങ്ങനെ നോക്കുന്ന ഒത്തിരി പേരുണ്ട്. കരിയർ കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന, ബിസിനസ് ഒത്തിരി ഫോക്കസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. എന്നാൽ ഒരു ഭാഗത്ത് തളർന്ന് ടെൻഷൻ അടിച്ചിരുന്ന വ്യക്തികൾ ഇപ്പോൾ എന്തെങ്കിലും എനിക്ക് ചെയ്യണം, എനിക്ക് കൂടെ ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടെന്ന് ചിന്തിക്കുന്ന പേഴ്സൻ്റെ എനർജി വരെ ഇവിടെ ഉണ്ട്. നിങ്ങൾ നിങ്ങളുടെ ഫ്യൂച്ചറിൽ ഇതുവരെ നിങ്ങൾ എങ്ങനെയായിരുന്നു അതല്ല ഇനി സംഭവിക്കാൻ പോകുന്നത്. നിങ്ങളുടെ ഫ്യൂച്ചറിൽ നിങ്ങൾ സമ്പാദിക്കാൻ പോകുന്നു. നൈറ്റ് ഓഫ് പെൻറ്റക്കിളിൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് കാണിക്കുന്നത്. തുടക്കത്തിലേ പറഞ്ഞു, നിങ്ങൾ എല്ലാത്തിൽ നിന്നും മാറി നിന്നിട്ട് പുതിയ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നു, ഉത്സാഹത്തോടെ ബിസി ആകാൻ പോകുന്നു. ആ ബിസി ആകാൻ പോകുന്ന ആ കാര്യങ്ങൾ എന്തെങ്കിലും ഹോബീസ് ആവാം. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും ഒരു ഹോബി നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഒരു വരുമാന മാർഗമാവാം. അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഒരുങ്ങുന്ന, എഡ്യൂക്കേഷൻ പരമായിട്ടോ കരിയർ വൈസൊക്കെ ഒന്നും കൂടി നിങ്ങൾ ഡെവലപ്പ് ആവാൻ പോകുന്നു. ബിസിനസ് ആണെങ്കിൽ അതൊക്കെ നല്ലപോലെ നിങ്ങൾക്ക് ലാഭം കൊണ്ടുവരുന്നു. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ് ചെയ്യുന്ന പേഴ്സൺസിൻ്റെ എനർജിയാണ് ഞാൻ പറയുന്നത്. നിങ്ങളിലേക്ക് ഏണിങ്സ് തന്നെയാണ് വരാൻ പോകുന്നത്. നിങ്ങളുടെ പിന്നാലെ തന്നെ നിങ്ങൾക്ക് ഓരോന്നായിട്ട് യൂണിവേഴ്സ് നിങ്ങളുടെ കൈകളിലേക്ക് എത്തിക്കുമെന്നാണ് കാണിക്കുന്നത്. അതിൻ്റെ നെക്സ്റ്റ് കാർഡും 9 ഓഫ് പെൻറ്റക്കിൾ കാർഡാണ്. 8th കാർഡ് എന്താണ്? 9 ഓഫ് പെൻറ്റക്കിൾ കാർഡാണ്. നിങ്ങളിലേക്ക് നിങ്ങൾ ആഗ്രഹിച്ച കാര്യം ഇങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്തു വരുമ്പോൾ ഫ്യൂച്ചറിലേക്ക് അധികം താമസമില്ല എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളിലേക്ക് ഫ്യൂച്ചറിൽ നിങ്ങൾ ആഗ്രഹിച്ച കാര്യം, നിങ്ങൾ പ്രണയിച്ച കാര്യമാണോ, അത് നിങ്ങൾ ഇപ്പോൾ ഒരു ബ്ലോക്കായിട്ട് നിൽക്കുന്നതാവാം. അതൊക്കെ നിങ്ങൾ മറന്നിട്ടാണ്, വിട്ടുകളഞ്ഞിട്ടാണ്, വരുമ്പോൾ വരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്തത്. എന്നാൽ ഇതെല്ലാം നിങ്ങളുടെ കൈകളിലേക്ക് ഒരുമിച്ചാണ് വരാൻ പോകുന്നതാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെ കയ്യിലേക്ക് നിങ്ങൾ അധ്വാനിക്കുന്ന ആ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളിലേക്ക് സമ്പാദ്യം വരും. അതോടൊപ്പം തന്നെ നിങ്ങൾ ആഗ്രഹിച്ച ആ പ്രണയം അത് നിങ്ങളിലേക്ക് വരുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇരട്ടി മധുരം എന്ന് പറയുന്ന പോലെ നിങ്ങളിലേക്ക് ഓരോ തരിയായിട്ട് സമ്പാദ്യം വരുമ്പോൾ നിങ്ങൾ അതിന് നിറവിലെത്തുന്ന ആ സമയത്ത് നിങ്ങൾ ആഗ്രഹിച്ച ആ പേഴ്സൺ നിങ്ങളിലേക്ക് എത്തും. മൂവ് ഓൺ ചെയ്തു പോയ ഒത്തിരി പേരുണ്ടാവാം. അവർ നിങ്ങൾ തമ്മിൽ ചേരില്ല എന്നുണ്ടെങ്കിൽ അത് പൊക്കോട്ടെ എന്ന് കരുതുക. നിങ്ങളിലേക്ക് പുതിയൊരു തുടക്കം വരുമ്പോൾ
മേ ബി നിങ്ങളറിയാതെ നിങ്ങളെ സ്നേഹിച്ച വേറൊരു പേഴ്സൺ ആവാനും സാധ്യതയുണ്ട്. നിങ്ങൾ ചിലപ്പോൾ ഒരു വ്യക്തിയെ സ്നേഹിച്ചിട്ടുണ്ടാവാം, ആ വ്യക്തി നിങ്ങളിൽ നിന്ന് പോയിട്ടുണ്ടാവാം. നിങ്ങൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തു വരുമ്പോൾ പുതിയൊരു തുടക്കം പോലെ മേ ബി വേറൊരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതും ആവാം, ഒരു ദൂതുമായിട്ട് വരുന്നതാവാം. നിങ്ങൾക്ക് സമ്പാദ്യവും കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിലേക്ക് വരുമ്പോൾ പുതിയൊരു തുടക്കം പോലെ നിങ്ങളുടെ കൈകളിലേക്ക് ഇരട്ടി മധുരം പോലെ ഒരു പ്രണയ സന്ദേശവുമായിട്ട് ഒരു ദൂതൻ വരും, ഒരു പേഴ്സൺ വരും എന്ന് തന്നെയാണ് ഇവിടെ 9 ഓഫ് പെന്റക്കിൾ കാർഡ് കാണിക്കുന്നത്. നിങ്ങൾ ക്യൂൻ ഓഫ് പെന്റക്കിൾ കണ്ടു അടുത്ത കാർഡിൽ കാണിക്കുന്നത്. എന്താണ് ക്യൂൻ ഓഫ് പെന്റക്കിൾ? ജീവിതത്തിൽ എല്ലാം നേടിയെന്നൊരു സന്തോഷവതി അല്ലെങ്കിൽ സന്തോഷവാനായിട്ട് നിങ്ങൾ മാറും. സമ്പാദ്യം നിങ്ങളുടെ കയ്യിലുള്ളിലായിരിക്കും, അധികാരം നിങ്ങളുടെ കയ്യിലുള്ളിലായിരിക്കും, നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്നേഹം, നിങ്ങൾക്ക് ചുറ്റുപാട് ഒത്തിരി ബന്ധങ്ങൾ പുതുതായിട്ട് വരും, പുതുതായിട്ട് ഒത്തിരി പേരെ നിങ്ങൾ പരിചയപ്പെടും. അവരെല്ലാവരും നിങ്ങളെ ഒരു ബോസ് എന്നൊക്കെ പറയില്ലേ, അങ്ങനെ കാണാനായിട്ട് ഇടവരും. കുറച്ച് പേർക്ക് ഒരു നേതൃത്വം വഹിക്കാൻ പോകുന്ന ഒരു പേഴ്സണാണ് നിങ്ങൾ. കുറച്ച് പേർക്ക് നിങ്ങളുടെ സ്ഥാനം അവരുടെ മുന്നിൽ ടോപ്പിലായിരിക്കും, നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യും. അതിലേക്കാണ് നിങ്ങളെ യൂണിവേഴ്സ് എത്തിക്കാൻ പോകുന്നത്. നിങ്ങൾ തളർന്നിരിക്കേണ്ട പേഴ്സൺ അല്ല, എനർജറ്റിക് ആയിട്ടുള്ളൊരു പേഴ്സണാണ്. നിങ്ങൾ കഴിവുണ്ട്, അത് മാക്സിമം നിങ്ങൾ ഈ കാലയളവിൽ യൂസ് ചെയ്യാനാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യം അടിയുറച്ച വിശ്വാസത്തോടുകൂടി യൂണിവേഴ്സിൽ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ എങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു സ്ഥാനം നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്. ധൈര്യമായിട്ട് പ്രവർത്തിക്കാനാണ് പറയുന്നത്. നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു, നിങ്ങളുടെ മുന്നിൽ ഒരു ദൂതനെ പോലെ ഒരാൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. മേ ബി നിങ്ങൾക്ക് ഏറ്റവും വിശ്വാസമുള്ള ഒരു പേഴ്സൺ നിങ്ങളെ സഹായിക്കാൻ നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാവും. ഒരു വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അനുഗ്രഹമായിരിക്കാം, ഒരു ഏഞ്ചലായിരിക്കാം. കൂടുതലൊരു വ്യക്തി ഒരു ഏഞ്ചലിൻ്റെ രൂപം കാണിക്കുന്നുണ്ട്. അവർ നിങ്ങളിലേക്ക് വരും, ആ വ്യക്തിയിലൂടെ പ്രവർത്തിക്കും. നിങ്ങൾക്ക് എല്ലാ സഹായമായിട്ട് നിങ്ങളുടെ മുന്നിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നിങ്ങളുടെ മുന്നിൽ ആ വ്യക്തി ഉണ്ടാവും. യൂണിവേഴ്സിൽ വിശ്വസിക്കാനാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ ഹീലാവണം കേട്ടോ. നിങ്ങൾക്ക് എന്ത് മുറിവുകളുണ്ടോ, നിങ്ങൾ എത്ര വേദനയിലൂടെ പോവുകയാണോ, അതെല്ലാം നിങ്ങൾ ഹീലാവണം. ഞാൻ പറഞ്ഞ പോലെ പ്രാർത്ഥിക്കുക, മാനിഫെസ്റ്റ് ചെയ്യുക. നിങ്ങളുടെ ആഗ്രഹം എന്താണോ ആ ആഗ്രഹത്തിൽ നിങ്ങൾ നേരത്തെ എഴുന്നേറ്റ്, ഞാൻ പറഞ്ഞ സമയം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം യൂണിവേഴ്സിൽ നിങ്ങൾക്ക് സമർപ്പിക്കാനുള്ള ടൈം 3 to 3:15 ആണ്. നിങ്ങൾ പ്രാർത്ഥിക്കാനാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ ഇങ്ങനെ തളർന്നിരിക്കേണ്ട ഒരു പേഴ്സൺ അല്ല. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങളുടെ കൈവെള്ളയിൽ ഈ യൂണിവേഴ്സ് കൊണ്ടുവയ്ക്കുമെന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ഈ സമ്പാദ്യം, നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നിങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച പേഴ്സൺ അവർ ഇതിൻ്റെ തുടക്കത്തിലെ തന്നെ കൺഫ്യൂസ്ഡ് ആണ്. യൂണിവേഴ്സ് തന്നെ നിങ്ങൾ ചീറ്റ് ചെയ്ത് പോയ പേഴ്സൺ ആണ് എങ്കിൽ, നിങ്ങളെ എന്തെങ്കിലും ഒരു കാര്യത്തിന് ചീറ്റ് ചെയ്ത് പോയ പേഴ്സൺ ആണ് നിങ്ങളുടെ ലൈഫിൽ മറുഭാഗത്ത് നിൽക്കുന്നതെങ്കിൽ, നിങ്ങൾ ഇതൊക്കെ നേടി നിങ്ങൾ സന്തോഷത്തിൻ്റെ നിറവിൽ നിൽക്കുമ്പോൾ നിങ്ങളുടെ കൂടെ ബ്ലെസ്സിങ് ആയിട്ടൊരു പേഴ്സൺ ഉണ്ടാവും. ആ സമയത്ത് നിങ്ങളുടെ പേഴ്സണിലേക്ക് കുറേശ്ശെ തിരിച്ചറിവ് യൂണിവേഴ്സ് തുടക്കത്തിലേക്ക് കൊടുത്തിട്ടുണ്ട്. അവരുടെ ലൈഫിൽ ഒരു നഷ്ടം സംഭവിക്കും പോകുന്നു എന്നാണ് കാണിക്കുന്നത്. അവർ കെട്ടിപ്പടുത്ത അവരുടേതായ സാമ്രാജ്യം അല്ലെങ്കിൽ അവരുടേതായ കരിയർ, അതിലൊക്കെ ചില മോശം അവസ്ഥയിലേക്ക് അവർ പോകും. അപ്പോൾ അവർക്ക് തിരിച്ചറിവ് ഉണ്ടായി തുടങ്ങും. ഈ കാലഘട്ടത്തിലൊക്കെ കുറേശ്ശെ യൂണിവേഴ്സ് കൊടുത്തിട്ടുണ്ടാവാം തിരിച്ചറിവ്. അതതിൻ്റെ പൂർണ്ണതയിലെത്തും, അവർ നിങ്ങളിലേക്ക് എത്തും എന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത്. അപ്പോൾ അവർ ചിന്തിക്കും, ടെമ്പറൻസ് കാർഡ് കണ്ടോ, ഏത് വേണമെന്ന് ഇപ്പോൾ തന്നെ അവർ ചിന്തിച്ച് തുടങ്ങിയിട്ടുണ്ടാവണം. എങ്കിൽ നിങ്ങൾ എങ്ങനെ നിങ്ങളുടെ ലൈഫിൽ, നിങ്ങളുടെ കരിയറിൽ നിങ്ങൾ ഫോക്കസ് ചെയ്ത് മൂവ് ചെയ്ത് നിങ്ങൾ ധൈര്യത്തോടു കൂടെ പ്രവർത്തിച്ച് നിങ്ങൾ എന്ന് നിങ്ങളുടെ പൊസിഷനിലേക്ക് എത്തുന്നോ അന്ന് മുതൽ അവർ നിങ്ങളെ ചേസ് ചെയ്ത് തുടങ്ങും. നിങ്ങളുടെ ഫ്യൂച്ചർ ഒത്തിരി കാലമൊന്നും വേണ്ട ബിൽഡ് ആവാനായിട്ട്, ടോപ്പിൽ നിങ്ങൾ എത്താനായിട്ട് സെക്കൻഡ് നേരം മതി.
ഫാസ്റ്റായിട്ട് തന്നെയാണ് യൂണിവേഴ്സ് നിങ്ങളിൽ പ്രവർത്തിക്കാൻ പോകുന്നത്. ഈ 2025 നിങ്ങളുടെ വർഷമാണെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സിന് ഒത്തിരി പേർക്ക് 6 മാസത്തിനുള്ളിൽ നിങ്ങളുടെ ലൈഫിൽ നല്ല പുരോഗതി ഉണ്ടാവും. ഉറപ്പാണത്. നിങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കാനാണ് യൂണിവേഴ്സ് പറയുന്നത്. അത്രമേൽ ആഗ്രഹിച്ച് നിങ്ങൾ എന്ത് കാര്യമാണോ മാനിഫെസ്റ്റ് ചെയ്യുന്നത് ആ കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്യുക. വിഷമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളൊരു ഭാഗത്തേക്ക് മാറ്റി വയ്ക്കുക. അത് നിങ്ങൾക്ക് വരും. നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിങ്ങളിലേക്ക് എത്തും. അതിന് മുന്നേ നിങ്ങൾ ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നിങ്ങൾ പൂർത്തീകരിക്കാനാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്. ഈ 2 കാർഡ്സും നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ് പറയുന്നത്. 5 ഓഫ് സോർട്സ് കാർഡും ടെമ്പറൻസ് കാർഡും. അത് നിങ്ങളിലേക്ക് നിങ്ങളുടെ പേഴ്സൺ എത്തും തന്നെയാണ് പറയുന്നത്. നിങ്ങൾ എന്ന് യൂണിവേഴ്സ് പറയുന്നത് പോലെ പ്രവർത്തിക്കുന്നുവോ അന്ന് നിങ്ങളിലേക്ക് ഇവർ എത്തും. ഇപ്പൊ തന്നെ തിരിച്ചറിവായി തുടങ്ങി. നിങ്ങളിലേക്ക് വരണം എന്ന ചിന്തയാണ്. നമ്മൾ നോക്കുന്ന ആ ടൈമിലൊക്കെ അവരിൽ ഒരു ബ്ലോക്കേജ് ഉണ്ട്, ഒരു തേർഡ് പേഴ്സൺ ഉണ്ട്. ഒന്നല്ലെങ്കിൽ കരിയർ ആവാം, ഫാമിലി ആവാം, ഫ്രണ്ട്സ് ആവാം. അവർക്ക് തിരിച്ചറിവ് വന്നിട്ടുണ്ട്. എന്നാൽ അത് നിങ്ങളിലേക്ക് എത്താനായിട്ട് ഒരു ചെറിയൊരു തടസ്സമുണ്ട്. ഈ ഒരു സമയത്ത് അവർക്ക് തിരിച്ചറിവുണ്ടായി നിൽക്കണ ആ സമയത്ത് നിങ്ങൾക്കിവിടെ മാറ്റം സംഭവിച്ചിരിക്കണം എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ അങ്ങോട്ട് ചേസ് ചെയ്ത് പോകരുത്. നിങ്ങളുടെ കാര്യം നോക്കിയിട്ട് നിങ്ങൾ പ്രവർത്തിച്ചു തുടങ്ങുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ആ പേഴ്സൺ അവിടെ നിൽക്കട്ടെ, അവരവിടെ നിൽക്കട്ടെ. അവർ നിങ്ങളിലേക്ക് തന്നെ വരുള്ളൂ. അതിന് മുന്നിൽ നിങ്ങൾ ഒപ്പം നിൽക്കാൻ തയ്യാറാവണം. അവരുടെ മുന്നിൽ ഒരു ഈക്വലായിട്ട് നിൽക്കാനായിട്ട് നിങ്ങൾ തയ്യാറാവണം. നിങ്ങൾ തലകുമ്പിട്ട് നിൽക്കേണ്ട ഒരു പേഴ്സൺ അല്ല എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളിലെ കഴിവുകൾ, നിങ്ങളുടെ ആ ധൈര്യമൊക്കെ എവിടെ പോയി? അത് നിങ്ങൾ തിരിച്ചു കൊണ്ടുവരണം. എന്നിതൊക്കെ നിങ്ങളുടെ കയ്യിൽ എത്തുന്നോ? നിങ്ങൾ ഇപ്പം പരിശ്രമിക്കൂ. 6 മാസത്തിനുള്ളിൽ, ഈ 2025 അവസാനിക്കുന്നതിനുള്ളിൽ നിങ്ങളുടെ ലൈഫിൽ ഇത് വന്നു ചേരും. ഇത് വന്നു ചേരുമ്പോൾ ഈ പുരോഗതി, ഈ പവർ നിങ്ങളിലേക്ക് കിട്ടുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് എത്തും. അതുവരെ വെയിറ്റ് ചെയ്യോ. അവരെക്കുറിച്ച് ചേസ് ചെയ്ത് പോവേ വേണ്ട. നിങ്ങളെ ചേസ് ചെയ്യാനായിട്ട് അവർ തയ്യാറായിട്ട് നിൽക്കുന്ന ഇപ്പോൾ. അപ്പം നിങ്ങൾ എന്ത് വേണം? നല്ലപോലെ പ്രാർത്ഥിക്കുക. നെഗറ്റീവായിട്ടുള്ള എന്ത് കാര്യം നിങ്ങളിലുണ്ടോ, നിങ്ങളുടെ ചുറ്റുപാടുള്ള പേഴ്സൺസ് ആവാം, എന്തെങ്കിലും നിങ്ങൾ ചെയ്യാനായിട്ട് പ്രവർത്തിക്കുമ്പോൾ അത് ചെയ്യരുതെന്ന് പറയുന്നവരോട് മാറി നിൽക്കാൻ പറയുക. എനിക്ക് യൂണിവേഴ്സ് കുറേ അനുഗ്രഹങ്ങളൊക്കെ തന്നിട്ടുണ്ട്. ഞാൻ പ്രവർത്തിക്കാൻ തന്നെയാണ് പോകുന്നത്. ഞാൻ പഠിക്കാൻ തന്നെയാണ് പോകുന്നത്. അല്ലെങ്കിൽ എൻ്റെ കരിയറിൽ ഞാൻ വേറെ പുതിയതായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവരാനാണ് പോകുന്നത്. അല്ലെങ്കിൽ ഞാനിപ്പോൾ ഒരു സ്റ്റക്ക് എനർജിയിൽ നിൽക്കുകയാണെങ്കിൽ അതൊക്കെ മാറിയിട്ട് ഞാൻ ബിസിനസ് ആണെങ്കിൽ അത് ഫോക്കസ് ചെയ്യാനാണ് പോകുന്നത്. എൻ്റെ ഹോബീസ് ചിലപ്പോൾ ഞാൻ ബിസിനസ്സാക്കി മാറ്റും. അങ്ങനത്തെ ഒത്തിരി പേഴ്സൻ്റെ എനർജി, വ്യൂവേഴ്സിൻ്റെ എനർജി ഇവിടെ കാണിക്കുന്നുണ്ട്. നിങ്ങൾ പ്രവർത്തിക്കൂ. യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെയുണ്ട്. ഇവിടെ ബോട്ടം ഓഫ് ദി ഡെക്ക് കാർഡ് എന്താ കിട്ടിയിരിക്കുന്നത്? 7 ഓഫ് വാൻസ് കാർഡാണ്. എന്താണത്? ഞാൻ വിജയിക്കുമെന്നുള്ള ഒരു ഉറച്ച വിശ്വാസം നിങ്ങൾക്ക് ഇപ്പോൾ വന്നിട്ടുണ്ട്. ഞാൻ അർഹിക്കുന്ന കാര്യം എൻ്റെ കയ്യിൽ കിട്ടുമെന്ന് നിങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്നുണ്ട്. ഒരു തിരിച്ച് അറിവ് നിങ്ങളിലേക്ക് വന്നിട്ടുണ്ട്. നിങ്ങൾ ഇങ്ങനെ ഇരിക്കേണ്ട പേഴ്സൺ അല്ല എന്ന്. ഇതെല്ലാം സാധ്യമാക്കാനായിട്ട് നിങ്ങൾ ഇപ്പോൾ മുതൽ പ്രവർത്തിച്ചു തുടങ്ങിയെന്നാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങളിലേക്ക്, നിങ്ങളുടെ കൈകളിലേക്ക് എല്ലാം വരുമെന്നാണ് ഇവിടെ കാർഡ്സ് കാണിക്കുന്നത്. നിങ്ങൾ എല്ലാം കൊണ്ടും സമൃദ്ധിയിൽ നിർവൃതി അണയുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സ് ചെയ്യേണ്ട ആദ്യ പടി എന്ന് പറയുന്നത് നിങ്ങളിലുള്ള തെറ്റുകളും കുറ്റങ്ങളും നിങ്ങൾ യൂണിവേഴ്സിൽ സമർപ്പിക്കുക. നിങ്ങൾ ആരെ വിഷമിപ്പിച്ചിട്ടുണ്ടോ അവരോട് സോറി പറയുക. യൂണിവേഴ്സിനോട് ഇതുവരെ തന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും, വേദനയാവട്ടെ സന്തോഷമാവട്ടെ എന്ത് കാര്യമാണെങ്കിലും അതിൽ താങ്ക് യു പറയുക. മറ്റുള്ളവരെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. പറ്റുന്ന പോലെ മറ്റുള്ളവരെ സഹായിക്കാൻ ശ്രമിക്കുക. ഭക്ഷണം കിട്ടാത്ത ഏതൊരു വ്യക്തിയുണ്ടോ, നിങ്ങളെ കൊണ്ട് കഴിയുമെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ ശ്രമിക്കുക. നിങ്ങൾ പുതിയ മനുഷ്യനായി മാറുക. രാവിലെ എഴുന്നേറ്റ് പറ്റുമെങ്കിൽ ഒരു 10-15 മിനിറ്റ് മെഡിറ്റേഷനൊക്കെ ചെയ്ത് പ്രാർത്ഥിക്കുക. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ആവാൻ പ്രാർത്ഥിക്കുക. നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യങ്ങളും നമ്മുടെ ലൈഫിൽ വേണ്ട എന്ന് നിങ്ങൾ തന്നെ ഉറച്ചൊരു തീരുമാനം എടുക്കുക. ഇത്രയും ചെയ്തിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ വൃത്തിക്കും വെടുപ്പിനും ചെയ്യാനാണ് യൂണിവേഴ്സ് പറയുന്നത്.
ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ യൂണിവേഴ്സിൽ വിശ്വസിച്ച് പ്രവർത്തിക്കാനാണ് യൂണിവേഴ്സ് പറയുന്നത്. പുരോഗതി തന്നെയാണ്. നിർവൃതി അണഞ്ഞ് നിങ്ങൾ ആഗ്രഹിച്ച ആ ലൈഫിലേക്ക് വരും. നിങ്ങൾക്ക് ചുറ്റും ഒത്തിരി പേര് നിങ്ങളെ കണ്ടിട്ട് അഭിമാനം കൊള്ളും. നിങ്ങളുടെ ഫാമിലി നിങ്ങളെ കണ്ടിട്ട് അഭിമാനം കൊള്ളും. മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിനോട് പറയാനുള്ളത്, എന്തു തന്നെ വിഷമം നിങ്ങളിലേക്ക് വന്നാലും അതൊക്കെ മറക്കുക. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്. അബണ്ടൻസ് തന്നെയാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്. നിങ്ങൾ ആഗ്രഹിച്ച ലൈഫാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. നിങ്ങൾ ഇന്ന് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാനാണ് പറയുന്നത്. ഒത്തിരി പേര് സ്റ്റാർട്ട് ചെയ്തായിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. എന്നാൽ ഇന്നും ചെയ്യാനായിട്ട് മടി പിടിച്ചിരിക്കുന്ന, ഞാൻ ചെയ്യണോ വേണ്ടയോ എന്ന് കൺഫ്യൂഷനുള്ള പേഴ്സൺസിന് വേണ്ടി, വ്യൂവേഴ്സിന് വേണ്ടി മാത്രമാണ് ഞാനിത് പറയുന്നത്. നിങ്ങൾ പ്രവർത്തിക്കൂ. ഒരു നേരത്തെ ഭക്ഷണം ആർക്കെങ്കിലും കൊടുക്കൂ. ഇല്ലാത്തവന് കൊടുക്കൂ. അവൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ആ ഭക്ഷണം അവർക്ക് കൊടുക്കുമ്പോൾ നിങ്ങൾ അവരോടൊരു കാര്യം പറയണം. ഒരു പൊതിച്ചോറായാലും മതി. ആർക്കെങ്കിലും ഒരാൾക്ക് കൊടുക്കുമ്പോൾ പറയണം, 2 കൈകളും ഇങ്ങനെ കൂട്ടിപ്പിടിച്ച് വേണം നിങ്ങൾ അവർക്ക് ഭക്ഷണം കൊടുക്കാനായിട്ട്. അത് ഒത്തിരി സന്തോഷത്തോടു കൂടി കൊടുക്കണം കേട്ടോ. എന്നിട്ട് പറയണം, എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം കേട്ടോ എന്ന് പറയണം. വേറെ ഒന്നും നിങ്ങൾ പറയണ്ട. നല്ല മനസ്സോടുകൂടി ഒരു നേരത്തെ അന്നം ഒരാൾക്ക് നിങ്ങൾ കൊടുക്കൂ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം കേട്ടോ. എന്നിട്ട് വേണം നിങ്ങൾ കൊടുക്കാനായിട്ട്. എന്നിട്ട് പറയണം, എനിക്ക് എൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ടൊന്ന് പ്രാർത്ഥിച്ചോളൂ. എൻ്റെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചോളൂ കേട്ടോ. നിങ്ങൾക്ക് എന്താണ് ആവശ്യമെങ്കിൽ ആ ആവശ്യം അവരോട് പറയുക. നിങ്ങളുടെ മുന്നിൽ ഒരു വ്യക്തി ദൈവത്തിന് തുല്യമായിട്ടാണ് അവിടെ ഇരിക്കുന്നത് എന്ന് നിങ്ങൾ കരുതുക. ആ വ്യക്തിക്കാണ് നിങ്ങൾ അന്നം കൊടുക്കുന്നത്. അതിനേക്കാളും വലിയ പുണ്യപ്രവൃത്തി നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ചെയ്യാനില്ല. വിശക്കുന്ന വയറിന് ഒരു നേരത്തെ അന്നം കൊടുത്തിട്ട് നിങ്ങൾ അവരോട് പറയണം, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം കേട്ടോ എന്ന്. ഉറപ്പാണ് അവിടെ യൂണിവേഴ്സ് നിങ്ങളിൽ പ്രവർത്തിക്കുമെന്ന് ഉറപ്പാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ റീഡിങ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇന്ന് ഒത്തിരി സന്തോഷം എനിക്ക് തോന്നുന്നു. കാരണം എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒത്തിരി വ്യൂവേഴ്സ് പുതുതായി തുടങ്ങി മാറ്റം സംഭവിച്ച് അവർ വളരെ കുറഞ്ഞ കാലം കൊണ്ട് അവരാഗ്രഹിച്ച ആ കാര്യത്തിലേക്ക് അവരെത്താൻ പോകുന്നതെന്ന് എനിക്ക് യൂണിവേഴ്സ് ഇവിടെ പറഞ്ഞു തരുന്നതായിട്ട് എനിക്ക് കാണിക്കുകയാണ് ഈ കാർഡ്സിലൂടെ. നിങ്ങൾ പുതിയൊരു വ്യക്തിയായി മാറി, ബോൾഡായിട്ടുള്ളൊരു വ്യക്തിയായി മാറി എന്ന് യൂണിവേഴ്സ് എന്നോട് പറയുന്നു. എൻ്റെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഗൈഡൻസ് തരാനായിട്ട് ഞാൻ എന്നും ഒപ്പമുണ്ടാകും. നിങ്ങളിലൊരാളായിട്ട്. നിങ്ങളുടെ സ്വന്തം നിംസ്.